ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി ഞാൻ കാണിക്കാൻ പോകുന്നത് ജവാർ ഇഡ്ലിയുടെ റെസിപ്പിയാണ്. മലയാളത്തിൽ ഇതിൻ്റെ പേര് മണിച്ചോളം എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ റൈസ് റിപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട്, ഈ ഒരു മില്ലറ്റ് വെച്ചിട്ട് നമുക്ക് ദോശയും ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. കർണാടകയിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ജവാർ റൊട്ടി. അത് അത്രയും കോമൺ ആണ്. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്ന ഒരു ഫുഡും കൂടിയാണ്. ഡയബറ്റീസുകാരും അതേപോലെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസിന് പകരം എന്തായാലും ഈ ഒരു മില്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്, അതേപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്ന ഓൺലൈനിലാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗ്രോസറി വാങ്ങിക്കാറുണ്ടല്ലോ, ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്. ഓൺലൈനിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഓഫറിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് മില്ലറ്റ് ആണ്. നമുക്ക് 2 കപ്പ് മില്ലറ്റിന് 1/2 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. അതായത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് 1/2 കപ്പ് വേണം. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലേ കാണാൻ. പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഉഴുന്ന് ഏതാ അല്ലെങ്കിൽ മില്ലറ്റ് ഏതാന്ന് മനസ്സിലാവത്തില്ല. അതുപോലെ ഉണ്ട് കാണാനായിട്ട്. ഷേപ്പും റൗണ്ട് ആണ്, പിന്നെ കളറും ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലേ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. മിനിമം 6-7 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടാണ് വെള്ളത്തിലിട്ടേക്കുന്നതും അതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അതായത് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കും. അപ്പോൾ ഉഴുന്ന് അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് അരഞ്ഞു കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ മില്ലറ്റ് അരച്ചെടുക്കുവേ. ഇപ്പം വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് മാത്രം, ഇച്ചിരി മാത്രം ഒന്ന് സൈസ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ അരിയൊക്കെ വെള്ളത്തിലിടുമ്പം നല്ലതുപോലെ പൊങ്ങിയൊക്കെ വരുമല്ലോ, അതുപോലൊന്നും ഇല്ല. ഇത് കുറച്ച് ലൈറ്റായിട്ട് ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പം വെള്ളം കളഞ്ഞിട്ട് ഉഴുന്ന് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നിങ്ങൾ ഒന്നുകിൽ കുതിർത്ത് വെക്കുന്ന വെള്ളം ഇല്ലേ, അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. കാരണം നമ്മൾ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിക്കാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ബാക്കിയുള്ള മില്ലറ്റ് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ അവലില്ലേ, നൈസായിട്ടുള്ള അവൽ, പേപ്പർ അവലില്ലേ, അത് ഇച്ചിരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണേ. ഏകദേശം ഒരു 1/2 കപ്പോളം അവല് വെള്ളത്തിലിട്ട് വെക്കണം. 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് കിട്ടിയാൽ മാത്രം മതി. ഞാൻ ചോറിന് പകരം അവലാണ് അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പിൻ്റെ 2 കപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ട്രിപ്പ് മില്ലറ്റൊക്കെ അരച്ച് വരുമ്പോഴത്തേന് ഇത് റെഡിയായി വന്നോളും. അപ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് നമുക്കിത് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അവല് ചേർത്ത് കൊടുക്കുന്നത് മാത്രം. രണ്ടാമത്തെ ട്രിപ്പിൽ അവലും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ തരിതരിയായിട്ടുണ്ടാവും ഇത്. ഈ ഒരു മാവിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ചെറിയ തരിതരി ഉണ്ടാവും. നമ്മുടെ അരി പോലല്ല, വളരെ കുറച്ച് തരിതരി ഉണ്ടാവും. അതുവരെ ഒന്ന് അരച്ചെടുക്കണേ, നല്ല നൈസായിട്ട് അരച്ചെടുക്കണേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തവി വെച്ചിട്ട് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ബാറ്റർ മിക്സ് എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫെർമെൻ്റ് ആയി കിട്ടിക്കോളും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ രാവിലെ 5:30 ആകുമ്പം കുക്കിംഗ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഫെർമെൻ്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമെൻ്റ് ആയി കിട്ടിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ തേച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലി ചുടുന്ന പോലെ തന്നെ അതേ സമയം എടുക്കത്തുള്ളൂ, അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഈ മൾട്ടിപർപ്പസ് പോട്ട് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതുപോലത്തെ ഇഡ്ഡലി പ്ലേറ്റ് 2 ഉണ്ട്, അതല്ലാതെ സ്റ്റീമറും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ എനിക്കിതിപ്പം. അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയോളൂ. അവർ തരുന്ന ഡിസ്കൗണ്ട് അല്ലാതെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള, സ്പോഞ്ചി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ജവാർ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുള്ള കുറുമയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഇത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറുമ, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുക്കറും ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഏലക്കയും ബേ ലീഫും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസിന്, മീഡിയമിനും കുറച്ച് വലുതായിട്ടുള്ള 1 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാം, അതല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ്, നല്ല കളറുള്ള തക്കാളിയാണ് ചേർത്തേക്കുന്നത്. തക്കാളി അരിഞ്ഞത് ചേർക്കുന്നതിനെക്കാട്ടിലും തക്കാളി അരച്ചത് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. പിന്നെ ഇഡ്ലിക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റോസ്റ്റഡ് ബംഗാൾ ഗ്രാമില്ലേ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 3 ഗ്രാമ്പു, കുറച്ച് പട്ടയുടെ കഷ്ണം അല്ലെങ്കിൽ 1 ഇഞ്ച് പട്ടയുടെ കഷ്ണം, 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തതുകൊണ്ട് 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുമുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരുമല്ലോ, ഈ അരപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നിങ്ങൾക്കിപ്പം വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ ഈ ചട്നിയൊക്കെ ഇല്ലേ, ഒഴിച്ചാൽ ഇങ്ങ് ഓടിപ്പോകുന്ന ചട്നി, അതുപോലൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല കുറച്ച് കുറുകി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വിസിലടുപ്പിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാവേ. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിനി ഒന്നും ചെയ്യാനില്ല, വീണ്ടും ചൂടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിസിലൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കുറുമ. ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറുമ റെഡിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും നല്ല കോംബോ ആണ്, പക്ഷേ ഇഡ്ലിയുടെ കൂടെ ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോട്ടോസ് അയച്ചു തരും കേട്ടോ, ഞാനൊന്ന് കാണട്ടെ. കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് പിക്ചേഴ്സ് ഒന്നും എനിക്ക് ആരും അയച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അഥവാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ അയച്ചു തരണേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 3 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത 3 തക്കാളി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 6-7 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 3-4 മതിയാവുമേ. ഒരു 5-8 കാഷ്യൂ ചേർത്ത് കൊടുക്കാം, 10 ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1 ഇഞ്ചിൻ്റെ പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുത്തു. 2 ഏലക്കയും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ പട്ട ഏലക്ക ചേർക്കുന്നതിന് പകരം പിന്നീട് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് മാത്രം വെള്ളം മതി, ഒരു 1/2 ഗ്ലാസ് എങ്ങാനും വെള്ളം മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മാത്രം മതി. നമ്മൾ സാധാരണ ഇതെല്ലാം വഴറ്റിയിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുക്കറിലിട്ട് വേവിച്ചത്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ, ഏകദേശം എല്ലാം സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും ഓൾമോസ്റ്റ് എല്ലാം സെയിം ടേസ്റ്റ് തന്നെയാണ്. വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം പോകും, അതിന് പകരം എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിയും ചെയ്യാൻ പറ്റും ആ സമയം കൊണ്ട്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം, പക്ഷെ ഞാൻ ഇന്ന് അരിച്ചെടുക്കുന്നില്ല കേട്ടോ, കാരണം അത്രയും സമയമൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. രാവിലെ പിടിന്ന് പെട്ടെന്ന് ഉണ്ടാക്കുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്, എരിവിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രേവി ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ചേർക്കാം, ഒന്നും കൂടി ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ, അത്രയേ ഉള്ളേ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളറായി മാറി വന്നില്ലേ. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചധികം ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്നാലും ഇത് കുറച്ച് കുറുകിയിരിക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. ജാറ് കഴുകിയ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഗ്രേവിക്ക് എല്ലാവരും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു ഗ്രേവിക്ക് മാത്രമായിട്ട്. അപ്പോൾ പിന്നെ പനീറിൻ്റെ കാര്യം പറയണോ, കഷ്ടിച്ച് അത്രയും പീസസേ ഉള്ളൂ. അപ്പോൾ അടിയായിരിക്കും ഇവിടെ എപ്പോഴും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പനീർ പീസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പനീർ ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും റോ ആയിട്ട് കഴിക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പനീരും ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം ലാസ്റ്റിലായിട്ട് കസൂർ മേത്തി കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ആയിട്ട് ഇടാം. പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ.